ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വീണ്ടും മാങ്ങാണ്ടി വെച്ചിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത് കുറേ ദിവസം വെയിലത്തിച്ച് ഉണക്കിയെടുത്ത മാങ്ങാണ്ടിയാണ്. അപ്പോൾ കഴിയുന്നതും അതിൽ നനവൊന്നും ഇല്ലാതെ ശ്രദ്ധിക്കണം. നമ്മളിത് ഈ 2 ഷെയ്ഡ് വെച്ചിട്ട് ഇതൊന്ന് പെയിൻറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്നൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടെടുക്കാം. ആദ്യം ഞാനിവിടെ ഗ്രീനാണ് എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ അത് ഈ മുട്ടിൻ്റെ ബഡിൻ്റെ ഒക്കെ താഴെയുള്ള ആ 3 ലീഫ് പോലുള്ള പാർട്ട് വരച്ചു കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് റെഡ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ഇഷ്ടമുള്ള കളർ എടുക്കുക, ഇതന്നെ വേണമെന്നൊന്നുമില്ല. അപ്പം ഇതിവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ എടുക്കുക. ഈ റെഡും ഗ്രീനും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറിൽ നിങ്ങൾ ചെയ്തെടുക്കുക. നമ്മളിവിടെ ബേസ് എല്ലാം ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് കാർഡ്ബോർഡ് ഷീറ്റിൽ ഒരു പഴയ ജൂട്ടിൻ്റെ കഷ്ണം വെച്ചിട്ട് ഒട്ടിച്ചിട്ട് അതിൻ്റെ ചുറ്റും നമ്മൾ ഈ ചൂടി ഉണ്ടല്ലോ അതുപോലത്തെ കയറ് വെച്ചിട്ട് ഫ്രെയിം പോലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു ജാമിൻ്റെ ഒരു ജാറിൽ അതേപോലെ ജൂട്ടിൻ്റെ പീസും ഒരു നെറ്റിൻ്റെ പീസും ഒട്ടിച്ചെടുത്തിട്ട് ഒരു വേസ് പോലെയും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ബേസ് തയ്യാറാക്കാം. ഇനി നമുക്ക് നമ്മുടെ മുട്ടെല്ലാം ഇതിലൊന്ന് അറേഞ്ച് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കിനി ലീഫ് വേണം. ലീഫിനായിട്ട് ഞാൻ പേപ്പർ ഗ്ലാസ് അത് കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അത് ഒരു ലീഫിൻ്റെ പോലെ ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഗ്ലാസ് മുറിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർട്ട് അതൊക്കെ വെച്ചിട്ട് ലീഫ് ചെയ്യാം. അപ്പം നമുക്കിതെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യം ഈ ഫ്ലവേഴ്സ് ബഡ്സൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ലീഫും ഒന്ന് അറേഞ്ച് ചെയ്തെടുക്കാം. അറേഞ്ച്മെൻറ്റൊക്കെ അവരവരുടെ ഇഷ്ടം പോലെയാണ്, ഇതുപോലെ നിർബന്ധമില്ല. ഓക്കെ, ലീഫൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റെമ്മാണ് വേണ്ടത്. സ്റ്റെമ്മിന് ഞാൻ അതേ ഗ്ലാസിൻ്റെ മുകളിൽ ആ വശമാണ് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പേപ്പർ ട്യൂബ് ഉണ്ടാക്കിയില്ല ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളിതൊന്ന് പെയിൻറ്റ് ചെയ്തിട്ടും കൂടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പുളിയുടെ കുരു അത് വൈറ്റ് ഷെയ്ഡ് കൊടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ജസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ്. ലാസ്റ്റ് നമ്മൾ വാർണിഷും കൂടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കിത് ഇതുപോലെ നല്ല ഷൈനിങ് ആയിട്ട് കിട്ടും, നല്ല ഫിനിഷിങ്ങിലും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വർക്ക്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇതുപോലെയൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് വീഡിയോസ് കാണാം. കൂടുതൽ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. താങ്ക്